ഹായ് ഹലോ നമസ്കാരം, എൻ്റെ പേര് ബിജു. ഇപ്പോൾ എല്ലാവരും അറിഞ്ഞാണല്ലോ അല്ലേ, നമ്മളെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാർ ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറയുകയുണ്ടായി. എന്താ അറിയോ, അതായത് ഇനി സ്വകാര്യ ബസ്സുകൾ ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബസ്സിൻ്റെ പെർമിറ്റ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനാണ് അവരുടെ പുതിയ തീരുമാനം. അല്ലേ, നല്ല കാര്യമാണ്. ഈ സ്വകാര്യ ബസ് അപകടം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആരും എന്താ പറയുക, അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു അപകടം ഇന്നുവരെ ഉണ്ടാകുന്നില്ല സാറേ. അപ്പം ഈ സ്വകാര്യ ബസ്സിന് മാത്രമേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ KSRTC പിന്നെ പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. കാരണം അതിനാ ഒരു സാധനം ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും അതിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ സ്വകാര്യ ബസ്സുകാർക്കാണ് പ്രശ്നം, KSRTC പ്രശ്നമില്ല. അപ്പം സംഭവം എന്തൊക്കെ തന്നെ ആയാലും എന്താ പറയുക, പഴയ വിരിഞ്ഞ് പുതിയ കുപ്പിയിലായി എന്ന് അത്രേ ഉള്ളൂ. ഇപ്പോൾ ആൻ്റണി രാജു സാർ ഇരുന്നതും ഗണേഷ് കുമാർ സാർ ഇരുന്നതും ഏതാണ്ട് ഒരേപോലെയൊക്കെ തന്നെ. അപകടങ്ങൾ ഇപ്പോഴും ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് KSRTC ആണെന്ന് പറയുകയുണ്ടായി. അത് KSRTC ഇപ്പോൾ 2 പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. ഒന്ന് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയും, അതേപോലെ KSRTC അങ്ങനെ രണ്ട് കമ്പനിയാണ്. അപ്പോൾ ഇന്നലെ ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഏറ്റവും കൂടുതൽ ഇപ്പോൾ അപകടം നടന്നുകൊണ്ടിരിക്കുന്നത് സ്വിഫ്റ്റിലാണെന്ന്. അങ്ങനെ ഒരു അപകടം ഏറ്റവും കൂടുതൽ ഉണ്ടായെന്ന് അറിഞ്ഞിട്ടും സാറ് പറഞ്ഞേക്കുന്നത് സ്വകാര്യ ബസ്സുകാർക്കെതിരെയാണ് പറഞ്ഞേക്കുന്നത്. എന്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല. കാര്യങ്ങൾ ജനങ്ങൾക്കറിയാം എന്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന്. കാരണം വെച്ചാൽ ഒന്ന് ഞാൻ കയറിയിട്ട് സ്വകാര്യ ബസ്സുകാർക്കെതിരെയും പ്രതികരിച്ചു എന്ന് 10 പേരെ കാണിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ